അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കിടയിലെ NSS പ്രവർത്തകർക്ക് വേണ്ടി അവരുടെ പരിശീലനത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള സമദർശൻ എന്ന തലക്കെട്ടിലുള്ള PPT പ്രസൻറ്റേഷൻ നോട്ട്, അതാണ് ഇവിടെ വിമർശന വിധേയമാക്കപ്പെടുന്നത്. LGBTQAI+ ആക്ടിവിസം വളരെ സമർത്ഥമായി വിദ്യാർത്ഥികളുടെ തലച്ചോറിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഈ പരിശീലനം വഴി ലക്ഷ്യമാക്കുന്നത് എന്നാണ് ഇത് പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നത്. ധാർമ്മികതയിൽ വിശ്വസിക്കുന്ന, നമ്മുടെ സമൂഹത്തിൻ്റെ നന്മ കാക്ഷിക്കുന്ന, സമൂഹവും കുടുംബവുമെല്ലാം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുടുംബ സംവിധാനത്തിലൂടെയാണ് അടുത്ത തലമുറയെ ആരോഗ്യത്തോടുകൂടി, മാനസികവും വൈകാരികവും ശാരീരികവുമായ ആരോഗ്യത്തോടുകൂടി വളർത്തേണ്ടത് എന്ന് വിചാരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ശക്തമായ വിമർശനമുയരേണ്ട, പ്രതിഷേധമുയരേണ്ട, പ്രതിരോധമുയരേണ്ട ഒരു രംഗമാണിത് എന്ന് സൂചിപ്പിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇവർ പറയുന്ന ജെൻഡർ ന്യൂട്രൽ ആശയങ്ങൾ സമൂഹത്തിൽ നടപ്പാക്കപ്പെട്ടാൽ അതുവഴി ഉണ്ടാവുക കുടുംബത്തിൻ്റെ തകർച്ചയാണ്. ആ കുടുംബത്തിൻ്റെ തകർച്ചയുണ്ടായാൽ അടുത്ത തലമുറയുടെ നാശമാണ് ഉണ്ടാവുക. അടുത്ത തലമുറയുടെ നാശമുണ്ടായാൽ മനുഷ്യ സമൂഹത്തിൻ്റെ തന്നെ വലിയ പതനമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ജെൻഡർ ന്യൂട്രൽ ആശയങ്ങൾ ശരിയാണ് എന്ന് വിചാരിക്കുന്നവർക്ക് പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിലേക്ക് ആളുകളെ ക്ഷണിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ കലാലയങ്ങളിലെ, വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ തലച്ചോറിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എല്ലാവരുടെയും, മതവിശ്വാസികളുടെയും അല്ലാത്തവരുടെയുമെല്ലാം നികുതിപ്പണം കൊണ്ട് ജീവിക്കുന്ന വകുപ്പ് അതൊരിക്കലും തന്നെ ഈ വൃത്തികെട്ട ആശയങ്ങൾ പുതുതലമുറയുടെ തലച്ചോറിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് അതിൻ്റെ മെഷീനറി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ വലിയ വിനീതമായി സൂചിപ്പിക്കുന്നത്. എത്രത്തോളം അപകടകരമായ ആശയങ്ങളാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത് എന്ന് പരിശോധിക്കണമെങ്കിൽ അതിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മതി. ബ്രയാൻ സൈക്കിൻ്റെ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ജനിതക ശാസ്ത്ര പ്രൊഫസറായിരുന്ന ബ്രയാൻ സൈക്കിൻ്റെ പ്രസിദ്ധമായ പുസ്തകം ആദംസ് കേഴ്സ് എന്ന പുസ്തകം, ആ പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ പ്രസൻറ്റേഷൻ ആരംഭിക്കുന്നത്. ആ പുസ്തകത്തിൽ പറയുന്നത് 5000 തലമുറകൾ കഴിഞ്ഞാൽ ആണുങ്ങളില്ലാതാകുമെന്നും പെണ്ണുങ്ങൾ അണ്ടങ്ങൾ പരസ്പരം യോജിപ്പിച്ച് കുഞ്ഞുങ്ങളുണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ ആണുങ്ങളില്ലാത്ത ഒരു സമൂഹം നിലവിൽ വരാൻ പോകുന്നു എന്നുമെല്ലാമുള്ള ആശയങ്ങളാണ് അദ്ദേഹം അതിൽ പറയുന്നത്. ഈ ആശയങ്ങളുമായി ഉള്ള വിയോജിപ്പോ വിമർശനങ്ങളോ രേഖപ്പെടുത്തുവാനല്ല ഇപ്പോൾ നാം ശ്രമിക്കുന്നത്. പക്ഷേ ഈ ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ തലച്ചോറിൽ, NSS പ്രവർത്തകരുടെ തലച്ചോറിൽ ഇവർ സൃഷ്ടിക്കുന്നത് പ്രത്യുൽപാദനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള രതി എന്നത് അവസാനിക്കാൻ പോകുന്നു എന്നും, പ്രത്യുൽപാദനമല്ല മറിച്ച് കേവലം പ്ലഷർ മാത്രമാണ്, കേവലം സംതൃപ്തി മാത്രമാണ്, സന്തോഷം മാത്രമാണ്, ആഹ്ലാദം മാത്രമാണ് രതി വഴി ഉണ്ടാകുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നും, അതുകൊണ്ട് തന്നെ പ്രത്യുൽപാദനപരമല്ല എന്ന കാരണത്താൽ സ്വവർഗാനുരാഗത്തെയും അതേപോലെയുള്ള ലൈംഗിക വ്യതിയാനങ്ങളെയുമെല്ലാം വിമർശിക്കേണ്ടതില്ല എന്നുമുള്ള ആശയങ്ങൾ ആമുഖമായി നൽകിക്കൊണ്ടാണ് ഈ നോട്ട്സ് തുടങ്ങുന്നത് തന്നെ. പിന്നീട് ഏറ്റവും പ്രധാനമായി ഹോമോസെക്ഷുവാലിറ്റി, സ്വവർഗാനുരാഗം തീർച്ചയായും അത് പ്രകൃതിപരമാണ്, ജനിതകമാണ് എന്ന് വരുത്താനാണ് ശ്രമിക്കുന്നത്. ഇതിന് അടിസ്ഥാനപരമായി അവരുപയോഗിക്കുന്ന മൂലകങ്ങളെല്ലാം അശാസ്ത്രീയമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെ DSM-ൽ 5 ഈ സ്വവർഗാനുരാഗത്തെ ലൈംഗികമായ പ്രശ്നമായി, ഒരു ലൈംഗിക വ്യതിയാനമായി പരിചയപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. സത്യത്തിൽ 1844 രൂപപ്പെട്ട അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ 1952 മുതൽ DSM പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. DSM-1 ഹോമോസെക്ഷുവാലിറ്റി ലൈംഗിക വൈകൃതമാണ്. DSM-2 ഹോമോസെക്ഷുവാലിറ്റി ലൈംഗിക വൈകൃതമാണ്. DSM-3 എന്താണ്? 1980 പ്രസിദ്ധീകരിച്ച DSM-3 എന്താണ്? ഈ ഹോമോസെക്ഷുവാലിറ്റി ലൈംഗിക വൈകൃതമാണ് എന്നുള്ള ആശയം പാരാഫീലിയയാണ് എന്ന ആശയം എടുത്തു മാറ്റുന്നത്. ഇതിന് പിന്നിൽ ഉള്ള വലിയ രാഷ്ട്രീയമുണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്. 1973 അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെ യോഗത്തിൽ വോട്ടിനിട്ടുകൊണ്ടാണ് ഈ ശാസ്ത്രം തീരുമാനിച്ചത്. അതിനു മുൻപ് വലിയ ക്യാമ്പയിനിങ് നടക്കുകയും ഇത് ലൈംഗിക വൈകൃതമാണ് എന്ന് വിചാരിച്ചിരുന്ന ശാസ്ത്രജ്ഞന്മാരെ, സൈക്കോളജിസ്റ്റുകളെ, സൈക്കാട്രിസ്റ്റുകളെ അവരെ ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ആക്രമിക്കുകയുമെല്ലാം ചെയ്ത് 42% വോട്ട് ഇത് ലൈംഗിക വൈകൃതമാണ് എന്ന ആശയത്തിനും 58% വോട്ട് ലൈംഗിക വൈകൃതമല്ല എന്ന ആശയത്തിനും ലഭിക്കുകയും അങ്ങനെ 1973 മുതൽ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ഹോമോസെക്ഷുവാലിറ്റി ലൈംഗിക വൈകൃതമല്ല എന്ന് തീരുമാനിക്കുകയുമാണ് ചെയ്തത്. അതിന് പിന്നിൽ രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും ശാസ്ത്രീയമായ തത്വം ഈ രൂപത്തിൽ വോട്ടിനിട്ട് തീരുമാനിക്കുന്ന അവസ്ഥയുണ്ടാകുമോ? വോട്ടിനിട്ട് തീരുമാനിക്കപ്പെട്ട ശാസ്ത്രീയ തത്വം അതാണ് നമ്മുടെ കുട്ടികൾക്ക് ശാസ്ത്രമായി പഠിപ്പിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ളതോ ഭയങ്കരമായൊരു ശാസ്ത്രജ്ഞൻ്റെ പഠനം. അതും പറയുന്നുണ്ട്, ഡീൻ ഹാമറുടെ പഠനം. ഡീൻ ഹാമറുടെ പഠനം എന്താ? X ക്രോമോസോമുകളിൽ ഹോമോസെക്ഷുവാലിറ്റിക്ക് നിദാനമായ ചില ജീനുകളുണ്ട് എന്ന പഠനം 1993 കടന്നു വന്ന പഠനമാണ്. ഡീൻ ഹാമർ അമേരിക്കയിലെ ജനിതക വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നയാളാണ്. പ്രഗത്ഭനായ ജനിതക ശാസ്ത്രജ്ഞനാണ്. ഒപ്പം തന്നെ ഹോമോസെക്ഷുവാലിറ്റിയെ ന്യായീകരിക്കുന്നയാളാണ്. അദ്ദേഹം 1993 നടന്ന പഠനം XQ28 എന്ന ജീൻ X ക്രോമോസോമിന് മുകളിലുണ്ടെന്നും അതാണ് ആ ജീൻ ഉള്ളവരിലാണ് ഈ ഹോമോസെക്ഷുവാലിറ്റി ഉണ്ടാകുന്നത് എന്നുമെല്ലാമുള്ള പഠനമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ പഠനം അടിസ്ഥാനരഹിതമാണെന്ന് 6 വർഷങ്ങൾക്ക് ശേഷം വളരെ ശാസ്ത്രീയമായ പഠനങ്ങൾ വന്നിട്ടുണ്ട്. 6 വർഷങ്ങൾക്ക് ശേഷം തന്നെ വന്നിട്ടുണ്ട്. എന്തിനധികം 2000 അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ തന്നെ പുറത്തിറക്കിയ ഗേ, ലെസ്ബിയൻ, ബൈസെക്ഷൽ ഫാക്ട് ഷീറ്റിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ജീനിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള, അഥവാ ഹോമോസെക്ഷൽ ജീനിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന്. 1993 ഡീൻ ഹാമറുടെ പഠനം തന്നെ വെച്ചുകൊണ്ട് ഈ 2023 നമ്മുടെ കുട്ടികളെ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ഈ പഠനം വെച്ചുകൊണ്ട് കേരളത്തിലെ NSSന് വേണ്ടി, സാമൂഹ്യ സേവനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന കുട്ടികളുടെ തലച്ചോറിലേക്ക് ഈ വൃത്തികെട്ട ആശയം, അഥവാ ഹോമോസെക്ഷുവാലിറ്റി പ്രകൃതിപരമാണ് എന്ന ആശയം, തികച്ചും അശാസ്ത്രീയമായ ആശയം, യാതൊരുവിധ ശാസ്ത്രീയമായ പിന്തുണയുമില്ലാത്ത ആശയം, ഈ ആശയം പലരും വലിയ ആശയമായി പറയാറുണ്ട്. XQ28 എന്ന ജീനിനെ കുറിച്ചെല്ലാം ചില നവനാസ്തികന്മാർ വലിയ വലിയ വായിൽ പറയുന്നത് കേട്ടാൽ അവരുടെ എല്ലാം 1993 നിന്ന് അവർ മുന്നോട്ട് പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകും. 2000 APA പുറത്തിറക്കിയ ഫാക്ട് ഷീറ്റെങ്കിലും പരിശോധിച്ചിരുന്നെങ്കിൽ അവർ ഇത്തരം വിഡ്ഢിത്തങ്ങൾ പറയില്ലായിരുന്നു. 2000 അത് കഴിഞ്ഞു. ഇന്ന് 2023 നമ്മൾ 23 അവസാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 2023 വരെ ഒരു പഠനവും ശാസ്ത്രീയമായി ഏതെങ്കിലും രൂപത്തിൽ ഹോമോസെക്ഷുവാലിറ്റി അത് ജനിതകമാണെന്നോ പ്രകൃതിപരമാണെന്നോ പാരമ്പര്യമാണെന്നോ അതിന് ഉപോത്ബലകമായ ഏതെങ്കിലും ശാരീരികമായ പ്രശ്നങ്ങളുണ്ടെന്നോ ഏതെങ്കിലും തലച്ചോറിൽ വല്ല പ്രശ്നങ്ങളുണ്ടെന്നോ ഒരു പഠനവും ഇതുവരെ ശാസ്ത്രീയമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അത് എല്ലാം ശാസ്ത്രീയമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന രൂപത്തിലാണ് നമ്മുടെ കുട്ടികളെ
NSS ക്യാമ്പിൽ വരുന്ന കുട്ടികളെ പഠിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ ഹോമോസെക്ഷുവാലിറ്റി ഒരു അപകടമല്ല, അബദ്ധമല്ല എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു നോട്ടിലെ രണ്ടാമതായി പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആശയം ജെൻഡർ എന്ന് പറഞ്ഞാൽ, അഥവാ ഒരാളുടെ ലിംഗത്വം എന്ന് പറഞ്ഞാൽ അത് ജനനത്തോടെ നിശ്ചയിക്കപ്പെടുന്നതല്ല എന്നാണ്. അയാളുടെ ശാരീരിക അവയവങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഒരാളുടെ ലിംഗത്വം നിശ്ചയിക്കുന്നത്, മറിച്ച് അയാൾക്ക് എന്താണോ തോന്നുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരാൾക്ക് ഞാൻ പുരുഷനാണ് എന്ന് തോന്നുന്നു, അയാളുടെ ശരീരം സ്ത്രീയുടേതാണ് എങ്കിൽ അയാളെ പുരുഷനായി അംഗീകരിക്കണം. ഒരാൾക്ക് ഞാൻ സ്ത്രീയാണെന്ന് തോന്നുന്നു, അയാളുടെ ശരീരം പുരുഷൻ്റേതാണ് എങ്കിൽ അയാളെ സ്ത്രീയായി അംഗീകരിക്കണം. ഇത് പുതിയ ജെൻഡർ തിയറിയുടെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്ന ആശയമാണ്. ആ ജെൻഡർ തിയറി അതും നമ്മുടെ ഇതിൽ സ്ഥാപിക്കപ്പെട്ട കാര്യമായി പഠിപ്പിക്കാൻ വേണ്ടി ജോൺ മണിയുടെ പരീക്ഷണങ്ങളാണ് എടുത്തു പറയുന്നത്. ജോൺ മണിയുടെ പരീക്ഷണങ്ങൾ എന്താണ്? വളരെ വികൃതമായ ചില പരീക്ഷണങ്ങൾ. ആ വികൃതമായ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡേവിഡ് ഹീമർ എന്ന് പറയുന്ന ഒരു പാവം യുവാവിനെ അതിനെ പെണ്ണാക്കി മാറ്റാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് അവസാനം അദ്ദേഹം ആത്മഹത്യ ചെയ്ത പതനത്തിലെത്തിച്ചേർന്ന പ്രാകൃതമായ പരീക്ഷണം. അതെ, സിമോൺ ഡി ബുവൈ എന്ന ഫെമിനിസ്റ്റിൻ്റെ ആശയങ്ങളിൽ ആകൃഷ്ടയായി. അഥവാ ലിംഗമെന്നാൽ ജനനത്തിലൂടെയല്ല സമൂഹ നിർമ്മിതിയാണ് എന്നുള്ള ആശയം. ആരും ഒരു സ്ത്രീയായി ജനിക്കുന്നില്ല, സമൂഹം അവരെ സ്ത്രീയാക്കി മാറ്റുകയാണ് എന്ന ആശയം. ആ ആശയത്തിന് തെളിവ് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ജോൺ മണി എന്ന് പറയുന്ന ലൈംഗിക ശാസ്ത്രജ്ഞൻ്റെ മുന്നിലേക്ക് ഇരട്ടകളായി ജനിച്ച ബ്രയാൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ, റോൺ ബയാൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ 2 മക്കൾ, ആ മക്കളിലെ ഫിമോസിസ് എന്ന അസുഖം ബാധിച്ച് ലിംഗാഗ്ര ചർമ്മം ഛേദിക്കുന്നതിന് വേണ്ടി, ചലാക്രമം ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മകൻ്റെ ലിംഗം ഏകദേശം പൂർണ്ണമായി മുറിഞ്ഞു പോവുകയും അപ്പോൾ അതിന് പരിഹാരം തേടി ഈ ജോൺ മണിയുടെ അടുത്തെത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഈ ലിംഗം മുറിഞ്ഞു പോയ കുട്ടിയെ അത് പെൺകുട്ടിയാണ് എന്ന ബോധത്തോടു കൂടി വളർത്താൻ വേണ്ടി ആ പിതാവിനോടും മാതാവിനോടും ഉപദേശിക്കുകയും അത് ഒരു നല്ല ആശയം ആണ് എന്നവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത് തൻ്റെ വികൃതമായ ആശയത്തെ ശാസ്ത്രീയമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ച കഥയാണ് അതിൻ്റെ പിന്നിലുള്ളത്. അതെ, 20 വയസ്സുവരെ ഈ ബ്രണ്ട എന്ന് അദ്ദേഹം പേരിട്ട, ജോൺ മണി പേരിട്ട ഈ കുട്ടിയെ ആൺകുട്ടിയായി ജനിക്കുകയും ലിംഗം ഛേദിക്കുകയും പിന്നീട് ഹോർമോൺ ചികിത്സകൾ നടത്തി സ്തനങ്ങൾ വളർത്തുകയും സ്വരം മാറ്റുകയും അതേപോലെ തന്നെ ആ ലിംഗത്തിൻ്റെ സ്ഥലത്ത് ഒരു യോനിയുടെ പോലെയുള്ള അവയവങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും എല്ലാം ചെയ്ത് 20 വയസ്സ് വരെ വളർത്തിയിട്ട് 20 വയസ്സായിട്ടും താൻ പുരുഷനാണ് എന്ന ബോധം ആ കുഞ്ഞിനെ വേട്ടയാടുകയും അവസാനം പിതാവിനോട് ചോദിക്കുകയും അത് പിതാവ് സത്യം തുറന്നു പറയുകയും ചെയ്തപ്പോൾ 21ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം വീണ്ടും പുരുഷനാകാൻ വേണ്ടി ശ്രമിക്കുകയും ഡേവിഡ് ഹീമർ എന്ന പേര് സ്വീകരിക്കുകയും ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത് 3 കുട്ടികളുടെ മാതാവായ സ്ത്രീയെ വിവാഹം ചെയ്ത് വൈവാഹിക ജീവിതം നയിക്കാൻ ശ്രമിക്കുകയും അവസാനം പരാജയപ്പെടുകയും ചെയ്ത് അവസാനം ആത്മഹത്യ ചെയ്ത ചരിത്രമാണ് അതിനുള്ളത്. ഈ ആത്മഹത്യയിലേക്ക് ഇയാളെ നയിക്കുകയും തനിക്കൊരിക്കലും തൻ്റെ ലിംഗം മുറിച്ചു മാറ്റിയെങ്കിലും തനിക്ക് യോനി വെച്ചുപിടിപ്പിച്ചെങ്കിലും തൻ്റെ ശരീരത്തിൽ സ്തനങ്ങൾ വളർന്നു വന്നെങ്കിലും തന്നെ ശരീരത്തിൽ ഹോർമോണുകൾ ശക്തമായി കുത്തിവെച്ചെങ്കിലും തനിക്കൊരിക്കലും പെണ്ണാണ് എന്ന ബോധം ഉണ്ടായിട്ടേയില്ല എന്ന് തുറന്നു പറഞ്ഞ ഡേവിഡ് ഹീമറുടെ ജീവിതകഥ, അതിന് ഉപോത്ബലകമായ പരീക്ഷണങ്ങൾ നടത്തിയ ജോൺ മണിയുടെ പരീക്ഷണങ്ങളുടെ വെളിച്ചത്തിലാണ് എന്ന് പറയുന്നത് ഈ ജെൻഡർ തിയറി. അഥവാ ആരാളും ജനിക്കുന്നത് ആണോ പെണ്ണോ ആയിട്ടല്ല, മറിച്ച് അവർ വളർത്തപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പുരുഷനോ സ്ത്രീയോ ആണ് എന്ന് തീരുമാനിക്കപ്പെടുന്നത് എന്ന വികലമായ ആശയം പഠിപ്പിക്കുന്നത്. ഈ ആശയം പഠിപ്പിക്കപ്പെടുന്നത് വഴി സംഭവിക്കുന്നത് എന്താണ് എന്നതിന് ഇന്ന് പാശ്ചാത്യ നാടുകളിലെ നിരവധി സംഭവങ്ങൾ തെളിവായി വരികയാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല, പലപ്പോഴും നേരത്തെ കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. താൻ പുരുഷനാണ്, പുരുഷനെ കുറ്റവാളിയായി പിടിക്കപ്പെടുന്നു, അയാൾ വാദിക്കുന്നു ഞാൻ സ്ത്രീയാണെന്ന്. അങ്ങനെ ആ സ്ത്രീയാണ് എന്ന് വാദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ നിയമങ്ങൾ പ്രകാരം, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ പ്രകാരം അയാൾ പെണ്ണുങ്ങളുടെ
ജയിലിലടക്കേണ്ടതുണ്ട്. അങ്ങനെ പെണ്ണുങ്ങളുടെ ജയിലിലടക്കുകയും സ്ത്രീകളുടെ ജയിലിലുള്ള 2 ജയിലർമാർ ഗർഭിണികളാവുകയും ചെയ്തിട്ട് അയാൾ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെടുന്ന ഡെമി മൈനറുടെ കഥ നമ്മളെല്ലാം തന്നെ വീഡിയോകളിൽ വായിച്ചതാണ്. ഇതേ അവസ്ഥ സ്ത്രീകളുടെ ബാത്റൂമുകളിൽ ഞാൻ പുരുഷ ശരീരമാണുള്ളെങ്കിലും ഞാൻ സ്ത്രീയാണെന്ന് വാദിച്ചാൽ അയാൾക്ക് പ്രവേശനം ലഭിക്കണം എന്ന് നിയമമുണ്ടാക്കുന്ന അവസ്ഥാവിശേഷം അതാണ് പാശ്ചാത്യ നാടുകളിൽ ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ നടപ്പാക്കപ്പെടുന്ന നാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുരുഷ ശരീരമാണെങ്കിലും ഞാൻ സ്ത്രീയാണെന്ന് വാദിച്ചു കഴിഞ്ഞാൽ സ്പോർട്സിൽ പോലും സ്ത്രീകളുടെ മത്സരങ്ങളിൽ അവരെ പങ്കെടുപ്പിക്കണം, സ്ത്രീകളോടൊപ്പം മത്സരിക്കാൻ അവരെ അനുവദിക്കണം എന്ന് കരുതപ്പെടുന്ന അവസ്ഥാവിശേഷം. ഇതെല്ലാം തന്നെ ആണ് വളരെ സമർത്ഥമായി നമ്മുടെ കുട്ടികളുടെ തലച്ചോറിലേക്ക് ഈ ഇത്തരം ആശയങ്ങൾ സന്നിവേശിപ്പിക്കപ്പെടുന്നത് വഴി ഉണ്ടാകാൻ പോകുന്നത്. അതുവഴി ഉണ്ടാകാൻ പോകുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ജെൻഡർ ഡിസ്ഫോറിയയെ പോലെയുള്ള അപകടകരമായ പ്രശ്നങ്ങളാണ്. അഥവാ പുരുഷനായി ജനിച്ച കുട്ടികൾക്ക് തന്നെ വലുതാകുമ്പോൾ ഞാൻ പെണ്ണാണ് എന്ന ബോധമുണ്ടാകുന്ന അവസ്ഥാവിശേഷം, തിരിച്ചും അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥാസം. അതേപോലെ തന്നെ ജെൻഡർ നോൺ കൺഫോർമിറ്റിയെ പോലെയുള്ള ജെൻഡർ സംശയങ്ങൾ തോന്നുന്ന അവസ്ഥാവിശേഷത്തെ പോലെയുള്ള കാര്യങ്ങൾ ഇതെല്ലാമാണ് ഇതുവഴി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ആശയങ്ങൾ നമ്മുടെ കുട്ടികളുടെ തലച്ചോറിലേക്ക് വളരെ സമർത്ഥമായി സന്നിവേശിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തടയേണ്ടതുണ്ട്. അതിന് രക്ഷിതാക്കൾ വളരെ പ്രതിഷേധിക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളെ, അടുത്ത തലമുറയെ അധാർമികതരാക്കി വളർത്തുവാനും അങ്ങനെ കുടുംബ സംവിധാനത്തെ തകർക്കുവാനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്കെതിരെ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് ധാർമ്മികതയിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും എന്നാണ് എനിക്ക് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സൂചിപ്പിക്കുവാനുള്ളത്. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ.